വീട്ടിൽ തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. സിമ്പിൾ റെസിപ്പിയാണ്. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഓവനിൽ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ബട്ടർ കുക്കീസ് ഉണ്ടാക്കിയാലോ. യെസ്, അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ബട്ടർ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബട്ടർ വേണം 50 ഗ്രാം, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ വേണ്ടത് 1/4 കപ്പ് മൈദയും പിന്നെ കോൺഫ്ലവർ വേണം നമുക്ക്, അത് 1/4 കപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/2 സ്പൂൺ, പിന്നെ പാൽ ഒരു 2 ടേബിൾ സ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ബട്ടർ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം ബട്ടർ കുക്കീസ്. അതിനുവേണ്ടി നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. ബൗളിലേക്ക് നമുക്ക് ബട്ടർ 50 ഗ്രാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 100 ഗ്രാമിൻ്റെ ബട്ടറാണ്, അതിൻ്റെ കറക്റ്റ് ഹാഫ് എടുത്താൽ മതി. ബട്ടറിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇവിടെ പൊടിച്ച പഞ്ചസാരയാണ്, 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. എസൻസ് 1 സ്പൂൺ എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു തവി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇനി യൂസ് ചെയ്യുന്നത് ഹാൻഡ് ബീറ്ററിലൊന്നും യൂസ് ചെയ്ത് നോക്കി, പക്ഷെ അത് അത്ര കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ അത് കാരണം മിക്സിയിൽ ഒന്നിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിനുവേണ്ടി മിക്സിയിൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. ഇനി മൈദ നമുക്ക് അല്പാൽപമായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്താൽ മതി മൈദയ്ക്ക് പകരം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത്. മൈദ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അല്പാൽപമായിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സറിൽ നമുക്ക് ഇനി മൈദയുടെ മുകളിൽ തന്നെ നമുക്ക് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കിട്ടേണ്ട ഒരു പാകം എന്ന് പറയുന്നത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കുന്ന ആ പാകമല്ലേ, ആ പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ മിക്സിയിൽ ഒത്തിരി അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ നമുക്കൊരു ചെറിയൊരു പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് എടുക്കാം. ബൗളിലേക്ക് മാറ്റി നമുക്ക് ഇനി ഇതെല്ലാം ഒരു ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ഉരുളകളാക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ പേസ്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്തും ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട കേട്ടോ, ഒന്ന് അടിച്ചെടുത്ത് മാത്രം മതി. അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മുടെ തവി വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. അല്ലാതെ ഒത്തിരി അരച്ച് പോലെ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് മൈദ കൂടി ആഡ് ചെയ്ത് കറക്റ്റ് ആ ഒരു ഉരുള പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ഒരു ചെറിയ 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും അത്രയും വേണ്ട, ഒരു 2-3 പിഞ്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓവനിലെ ബേക്കിംഗ് ട്രേ നമുക്കെടുത്ത് അതിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം നമുക്ക് നമ്മുടെ കയ്യിലും കുറച്ച് നെയ്യ് ആക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കത് പതിയെ ഒന്ന് പരത്തി നമുക്ക് എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫോർക്ക് ഉപയോഗിച്ച് ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ആ ഒരു നമ്മൾ കുക്കീസൊക്കെ വാങ്ങുന്ന ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് മൈക്രോ പ്ലസ് കൺവെൻഷനിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ IFB ഓവനിൽ മൈക്രോ പ്ലസ് കൺവെൻഷൻ എന്നുള്ള ബട്ടണിൽ 170 ഡിഗ്രി നമ്മളാക്കിയിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു 10 മിനിറ്റാണ് പ്രീ ഹീറ്റിന് വേണ്ടി വെക്കുന്നത്. ഇനി ഉരുളകളാക്കിയ മാവ് ചെറുതായിട്ടൊന്ന് പരത്തി നമുക്ക് ഫോർക്ക് വെച്ചൊരു ഡിസൈൻ കൊടുക്കാം, അല്ലെങ്കിൽ സാധാ ഡിസൈനിൽ തന്നെ നമുക്ക് ഇരുന്നാൽ മതി. ഇത് നമുക്ക് നെയ്യ് തടവിയ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം.
10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം എന്താ ഞാൻ ട്രേയിൽ എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബിസ്ക്കറ്റ് കുക്കാകാനും നമ്മൾ വെച്ച് കൊടുക്കുന്നത് മൈക്രോവേവ് പ്ലസ് കൺവെൻഷൻ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ്. അത് 170 തന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്താൻ വേണ്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാനൊരു 10 മിനിറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിലത് പെട്ടെന്ന് തന്നെ 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ കുക്കായി കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ്സ് വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം മതി ഒരു 5 മിനിറ്റ്സ് എക്സ്ട്രാ വെക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാനിവിടെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുക്കാവാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ്സും കൂടെ ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ എടുത്തു. നല്ല കറക്റ്റായിട്ടുള്ള ബിസ്ക്കറ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇപ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ കറക്റ്റായിട്ട് അതായത് വേകാത്ത പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ബിസ്ക്കറ്റ് പരുവത്തിനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ്സ്, ഇനി കൂടിപ്പോയാൽ ഒരു 2 മിനിറ്റ്സും കൂടെ എക്സ്ട്രാ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു 5-10 മിനിറ്റ് നേരം തണുക്കാനായിട്ട് വെച്ച് കഴിയുമ്പോഴാണ് കറക്റ്റ് ബിസ്ക്കറ്റ് പരുവത്തിലേക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ബട്ടർ കുക്കീസ് റെഡി ആയി കഴിഞ്ഞു. മുട്ടയൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ കുക്കീസാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്രിസ്പി ആയിട്ടുള്ള നല്ല ബിസ്ക്കറ്റാണ് നമുക്ക് കിട്ടിയത്. കുറച്ച് ക്ഷമ വേണം ഉണ്ടാക്കാനായിട്ട്, പക്ഷെ എന്നാലും കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇതുപോലെ നല്ല കിടിലൻ റെസിപ്പീസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ, നല്ലോണം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും വരുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.